ഹലോ ഗീസ്, ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് വിട്ടപ്പോൾ ഞങ്ങൾ കുറച്ച് ചാമ്പയ്ക്കയും മാങ്ങയൊക്കെ ഈ ഹോസ്റ്റലിലെ മുറ്റത്തു നിന്നൊക്കെ ഞങ്ങൾ പറക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കോട്ടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഹോസ്റ്റലിൻ്റെ അകത്ത് കയറ്റിയത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. എവിടുന്നേലും മാങ്ങയും ചാമ്പയ്ക്കൊക്കെ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ഞങ്ങൾ അവിടെ നിന്നൊക്കെ കൊണ്ടുവന്നത്. അങ്ങനെ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ട് നല്ലപോലെ വരട്ടി മീൻസ് ഇങ്ങനെ കുഴച്ചെടുത്ത് വീട്ടിൽ ഇഷ്ടം പോലെ മാവും ഈ ചാമ്പമരമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അധികം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ രീതിയിലൊന്നും കഴിക്കത്തൊന്നുമില്ലായിരുന്നു. പക്ഷേ ഹോസ്റ്റലിൽ വന്നപ്പോഴാണ് എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് ദാസ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഹോസ്റ്റലിൽ പിന്നെ എന്ത് കിട്ടിയാലും നമുക്കത് അമൃതമാണ്. ഇനി എത്ര വിഷമം ഉണ്ടെങ്കിലും ഈ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓക്കെ ആവും. അങ്ങനെ ചാമ്പയ്ക്കെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് അതിൻ്റെ അകത്ത് ഈ ഉപ്പും മുളകൊക്കെ ബാക്കി വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആദ്യമേ കുറച്ച് മാങ്ങയും കൂടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതെല്ലാം കൂടിയും കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം വിശ്രമിക്കണം, കാരണം ഔട്ടിങ്ങിന് പോകാനുള്ള മേക്കപ്പ് ഇടാനുള്ള സമയമാണ് ഗൈസ്. അങ്ങനെ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് സത്യത്തിൽ വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു. ഞങ്ങൾക്ക് ഇനി എത്ര വിഷമമുണ്ടെങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഈ ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓക്കെ ആവും ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.